2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം കണ്ട് സയനിസ്റ്റുകളും ഇസ്ലാമിക വിരോധികളുമെല്ലാം വല്ലാത്ത സന്തോഷത്തിലാണ്, വല്ലാത്ത ആഹ്ലാദത്തിലാണ്. അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. ഒന്നാമത്തേത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട്. രണ്ടാമത്തേത് ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാഷ്ട്രത്തിനോടും ലോക പോലീസ് എന്ന് അഹങ്കരിക്കുന്ന, എക്കാലത്തും യുദ്ധമാഗ്രഹിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തോടും അലി ഖാംനെ എന്ന് പറയുന്ന ധീരനായ മനുഷ്യൻ സന്ധിയില്ലാ പോരാട്ടം നടത്തിയെന്നുള്ളതാണ്. തൻ്റെ ജീവിതകാലത്തിൽ ആ മനുഷ്യൻ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയും സയനിസ്റ്റുകൾക്കെതിരെയും ശക്തമായി പോരാടിയ മനുഷ്യനാണ്. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം ഇത്തരം ആളുകൾ ആഘോഷിക്കപ്പെടുന്നത്. പക്ഷെ അത്തരം വിഡ്ഢികൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഈ ലോകത്ത് ഈ മരണം മറ്റാരേക്കാളും ഏറ്റവും കൂടുതലും ആഗ്രഹിച്ചത് അത് അലി ഖാംനെ തന്നെയായിരിക്കും. നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന് 86 വയസ്സിലധികം പ്രായമായി. വയോവൃദ്ധനായ മനുഷ്യനാണ്. അദ്ദേഹം കൂടിപ്പോയാൽ ഈ ഭൂമി ലോകത്ത് അദ്ദേഹം എത്ര നാൾ ജീവിക്കും? ചിലപ്പോൾ ഒരു 10 വർഷം കൂടി അദ്ദേഹം ജീവിച്ചെന്നിരിക്കാം. പക്ഷെ തൻ്റെ മരണം അത് രക്തസാക്ഷിത്വം വരിക്കുന്ന മരണമായി മാറണമെന്ന് ആ മനുഷ്യൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം നിരന്തരമായി കൊണ്ട് പലപ്പോഴും പ്രാർത്ഥനകൾ നടത്താറുമുണ്ട്. അവസാനം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒരു രക്തസാക്ഷിയായി മാറുകയാണ്. സയനിസ്റ്റ് രാഷ്ട്രമായ ഇസ്രായേലും അവരുടെ കൂടെ നിൽക്കുന്ന അമേരിക്കയും അലി ഖാംനെ എന്ന് പറയുന്ന മനുഷ്യനെ പലപ്പോഴായി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പലപ്പോഴായി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്ന് ആ മനുഷ്യൻ മുന്നോട്ട് വന്നുകൊണ്ടേയിരുന്നു. നിങ്ങൾക്കറിയാം, ആയത്തുള്ള അലി ഖാംനെ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് തൻ്റെ ഇടതു കൈയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ധീരതയും ആർജവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയത്തുള്ള അലി ഖാംനെയ്ക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്. അദ്ദേഹം ജനങ്ങളോട് നേരിട്ട് സംവദിക്കാറാണ് പതിവ്. ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം നേരിട്ടിറങ്ങി ചെല്ലാറുണ്ട്. ജനങ്ങളുടെ സംശയങ്ങൾക്ക് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് ഉത്തരം പറയും. അത്തരത്തിൽ തെക്കൻ തെഹ്റാനിൽ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അബൂസർ പള്ളി എന്ന് പറയുന്നത്. ആ അബൂസർ പള്ളിയിൽ എല്ലാ ശനിയാഴ്ചയും ചോദ്യോത്തരമുണ്ടാകും. ജനങ്ങളുടെ സംശയങ്ങൾക്ക് പള്ളിയിൽ വെച്ചുകൊണ്ട് അന്നത്തെ ഇമാമായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെ ഉത്തരം പറയാറാണ് പതിവ്. ജനങ്ങളോട് നേരിട്ട് സംവദിക്കുക എന്നുള്ളത് അലി ഖാംനെ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഒരു രീതിയാണ്. അത്തരത്തിൽ 1981 ജൂൺ 27 ശനിയാഴ്ച ദിവസം പതിവ് പോലെ പള്ളിയിൽ സംവാദം നടക്കുന്നു. ആളുകളെല്ലാം ആ പള്ളിയിൽ ഒത്തുകൂടി. ആയത്തുള്ള അലി ഖാംനെ മെമ്പറിലേക്ക് കയറി നിന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗ പീഠത്തിന് മുന്നിൽ ഒരു സോണിയുടെ ഒരു ടേപ്പ് റെക്കോർഡർ ആരോ കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാവരും കരുതിയത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അവിടെ കൊണ്ടുവച്ചതാകാം എന്ന് വിചാരിച്ച് അതാരും അത് കാര്യമാക്കിയില്ല. എന്നാൽ പ്രസംഗം ആരംഭിച്ച് കൃത്യം 1 മിനിറ്റിന് ശേഷം ആ ടേപ്പ് റെക്കോർഡർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ്. അത് വെറുമൊരു ടേപ്പ് റെക്കോർഡർ ആയിരുന്നില്ല. ആ ടേപ്പ് റെക്കോർഡറിൽ ഒളിപ്പിച്ചു വെച്ചത് ഒരു ബോംബായിരുന്നു. അത് ഉഗ്രശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആ സ്ഫോടനത്തിൽ അലി ഖാംനെയ്ക്ക് സാരമായി പരിക്കേൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ തോളിലെയും കൈയിലെയും നാഡികൾ പൂർണ്ണമായും തകർന്നുപോയി. മാത്രമല്ല, ശ്വാസകോശത്തിനും വാരിയിലിനും അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നുണ്ട്. അക്രമത്തിൽ അലി ഖാംനെയുടെ വലതുകൈയുടെ ചലനശേഷി അദ്ദേഹത്തിന് പൂർണ്ണമായും നഷ്ടപ്പെട്ടുപോയി. പക്ഷെ അതിൽ അദ്ദേഹം തളർന്നില്ല. പൂർണ്ണ ഊർജ്ജസ്വലനായിക്കൊണ്ട് അയാൾ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. തൻ്റെ ഇടതുകൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മനുഷ്യരെ അദ്ദേഹം അഭിവാദ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ വലതുകൈയുടെ ആ ചലനശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആകെ ചലനശേഷിയുള്ള അദ്ദേഹത്തിൻ്റെ ഇടതുകൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ജനങ്ങളെ ആ മനുഷ്യൻ അഭിവാദ്യം ചെയ്യുന്നത്. ആ മനുഷ്യനെ മരണം കാണിച്ചു ഭയപ്പെടുത്തിയാൽ അദ്ദേഹം ഭയപ്പെടുമെന്ന് വിചാരിക്കുന്നവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി. ആർഭാട ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്കയുടെ അടിമയാകുമെന്ന് കരുതുന്നവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടന്മാർ. തൻ്റെ ജീവൻ സുരക്ഷിതമാക്കുവാൻ വേണ്ടി ഇസ്രായേലിന് വാലാട്ടി ജീവിക്കാൻ ആ മനുഷ്യൻ കരുതുന്നു എന്ന് വിചാരിക്കുന്നവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിശൂന്യർ. കഴിഞ്ഞ 45 വർഷത്തോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പലപ്പോഴായി ഉപരോധങ്ങൾ കൊണ്ട് ഇവരെല്ലാവരും വരിഞ്ഞു മുറുക്കാറുണ്ട്. അത്തരത്തിൽ വർഷങ്ങളായി ഉപരോധങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയപ്പോഴും സാമ്പത്തിക അടിത്തറകൾ തകർത്തപ്പോഴും ഒരിക്കൽ പോലും സാമ്രാജ്യത്തിന് മുന്നിൽ അടിയറോ പറയാതെ പരിമിതികളിൽ നിന്ന് ഈ കാണുന്ന രീതിയിൽ പ്രതിരോധത്തിന് ഇറാനെ പ്രാപ്തമാക്കിയ നേതാവാണ് ആയത്തുള്ള അലി ഖാംനെ. ട്രംപ് എന്ന് പറയുന്ന യുദ്ധക്കൊതിയനായ ഭരണാധികാരി ഇറാൻ എന്ന് പറയുന്ന തൻ്റെ രാജ്യത്തെ മുഴുവനും വളഞ്ഞു. അമേരിക്ക മാത്രമായിരുന്നില്ല, അമേരിക്കയോടൊപ്പം നെതന്യാഹുവും പങ്കുചേർന്നു.
അമേരിക്കയുടെ നിരവധി പടക്കപ്പലുകളും സർവ്വസന്നാഹങ്ങളും ആയുധങ്ങളുമായി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ മുഴുവനായി വളഞ്ഞപ്പോഴും ഒരടി പോലും പിന്നോട്ട് പോകാതെ, പറഞ്ഞ വാക്കിൽ നിന്നും ഒരു വാക്ക് പോലും പിന്നോട്ട് മാറ്റാതെ യുദ്ധക്കൊതിയന്മാരായ ആ രണ്ട് രാജ്യത്തോടും തൻ്റെ നിലപാടുകൾ വ്യക്തമായി തുറന്നു പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇങ്ങനെയാകണം ഒരു ഭരണാധികാരി. അല്ലാതെ സയനിസ്റ്റുകൾക്ക് മുമ്പിലും ലോക പോലീസ് എന്നറിയപ്പെടുന്ന യുദ്ധക്കൊതിയന്മാരായ അമേരിക്കയ്ക്ക് മുമ്പിലും അവരുടെ വാക്കുകൾ കേട്ട് അവർക്ക് അടിമകളായി ജീവിക്കുന്ന ഭരണാധികാരികളെ പോലെയല്ല അലി ഖാംനി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കി, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ മാത്രം 72,000-ലധികം ഫലസ്തീൻ ജനത കൊല്ലപ്പെട്ടു. അതിൽ 22,500 കുട്ടികളാണ്. അത്രയധികം ക്രൂരതകൾ നടത്തിയ ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോടും അതിന് കൂട്ടുനിൽക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തോടും അലി ഖാംനി എന്ന് പറയുന്ന മനുഷ്യൻ തോൽക്കാൻ തയ്യാറായില്ല. അവർ പറയുന്നത് കേട്ട് അവരുടെ വാലാട്ടിക്കൊണ്ട് പിന്നോട്ട് പോകാൻ, അവർ പറയുന്ന ചൊൽപ്പടിക്ക് നിൽക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിമുകൾക്കിടയിലെ ചില ആളുകൾ പോലും അദ്ദേഹം ഒരു മുസ്ലിമല്ല, അദ്ദേഹത്തിന് ഷഹീദിൻ്റെ പദവിയല്ല എന്നിങ്ങനടക്കമുള്ള ചില വാചകങ്ങളും കുറിപ്പുകളും സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ലോകത്ത് ഒരുപാട് ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട്. ആ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളും ഭരണത്തലവന്മാരും ഫലസ്തീനിലെ പാവപ്പെട്ട സ്ത്രീകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുന്ന ആ ഇസ്രായേലിനും അതിനുവേണ്ടി എല്ലാവിധ ആയുധങ്ങളും സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്ന ആ അമേരിക്കയ്ക്കും അടിമയായിക്കൊണ്ട് വാലാട്ടിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഈ മനുഷ്യൻ ആ പിഞ്ചുമന മക്കളെയും അവിടെയുള്ള ജനങ്ങളെയും കൊന്നൊടുക്കുന്ന ആ സയനിസ്റ്റ് രാഷ്ട്രത്തിനോടും അമേരിക്കയോടും അദ്ദേഹം സന്ധിയില്ലാ സമരം നടത്തിയെന്നുള്ളതാണ്. ഒരു അടിമയായി ജീവിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ധീരന്മാർക്ക് മരണം ഒന്നേ ഉള്ളൂ. ഒരാളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ, തലകുനിക്കാതെ, അടിമയാകാതെ ആണത്തത്തോടുകൂടി ആർജവത്തോടുകൂടി മരിക്കണം. അതായിരുന്നു ആ മനുഷ്യൻ ആഗ്രഹിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി മുസ്ലിമീങ്ങളെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കൊന്നൊടുക്കിയ അമേരിക്ക എന്ന് പറയുന്ന ആ രാജ്യത്തിന് അവരുടെ മിലിറ്ററി ക്യാമ്പുകൾ സ്ഥാപിക്കാനും മറ്റും സ്ഥലം നൽകുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ ഭരണത്തലവന്മാരാണെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. ബഹ്റൈനും ഖത്തറും കുവൈറ്റും UAE അടക്കമുള്ള പല സ്ഥലങ്ങളിൽ ഇന്ന് അമേരിക്കയുടെ നിരവധി പട്ടാള ക്യാമ്പുകളുണ്ട്. ഒരു മുസ്ലിം രാജ്യത്തെ ആക്രമിക്കാൻ അതിനുവേണ്ട എല്ലാവിധ സഹായങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ ഭരണത്തലവന്മാർ ചെയ്തു കൊടുക്കുകയാണ്. ഇത് ജൂതന്മാരുടെയും സയനിസ്റ്റുകളുടെയും ഒക്കെ പണ്ട് മുതലേയുള്ള തന്ത്രമാണ്. മുസ്ലിമീങ്ങളെ തമ്മിൽ പരസ്പരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിക്കുക എന്നുള്ള തന്ത്രം. ആ തന്ത്രം ഇക്കാലത്തും അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഇറാനെ ആക്രമിക്കാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ആ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നാളെ ഒരു പക്ഷേ ഇസ്രായേലും അമേരിക്കയും കാരണം ദുഃഖിക്കേണ്ടി വരുമെന്നുള്ളത് മറന്നുപോകരുത്. കാരണം അവരുടെ തന്ത്രം അങ്ങനെയാണ്. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണെന്നാണ് പലപ്പോഴും ട്രംപും നെതന്യാഹുവും ഒക്കെ പറഞ്ഞു വെക്കുന്നത്. എന്തു വിരോധാഭാസമാണത്? നിരപരാധികളായ ഒന്നുമറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ ഉന്നം വെച്ച് കൊലപ്പെടുത്തുന്ന ആ യുദ്ധകുതിയന്മാർ പറയുന്നത് ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എന്ന്. ഇതിനേക്കാൾ ധിക്കാരികളായ കൊടും ക്രൂരന്മാരായ ഭരണാധികാരികൾ, അവരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കാലം കണക്ക് ചോദിക്കാതെ ഒരിക്കലും കടന്നുപോകില്ല.